ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. വാൽപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ മുത്തശ്ശിക്കും പേരക്കുട്ടിക്കും ദാരുണാന്ത്യം. 2.5 വയസ്സുകാരി ഹേമശ്രീ, മുത്തശ്ശി അസല എന്നിവരാണ് മരിച്ചത്. ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ കാട്ടാന ചവിട്ടുകയായിരുന്നു. അഞ്ചേരിയിൽ ഗുണ്ട ആക്രമണം, 4 പേർക്ക് വെട്ടേറ്റു. പരിക്കേറ്റവരെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ ദേവസ്വത്തിലെ കൊമ്പൻ ഗോകുൽ ചരിഞ്ഞു. കൊയിലാണ്ടിയിൽ ഉത്സവ എഴുന്നള്ളിപ്പിനിടെ കൂട്ടാനയുടെ കുത്തേറ്റതിനെ തുടർന്ന് അവശനായിരുന്നു. ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മോഷണം. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 40,000-ഓളം രൂപ കവർന്നു. ചെങ്ങാലൂർ ഗവൺമെന്റ് LP സ്കൂളിൽ സാമൂഹ്യവിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. ചെടിച്ചട്ടികൾ തകർത്തു. പെരുമ്പിലാവ് കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ കല്ലുംപുറത്ത് സുരക്ഷാ സംവിധാനങ്ങൾ നിശ്ചലമായതോടെ അപകടങ്ങൾ പതിവാകുന്നു. അപകടങ്ങൾ കുറയ്ക്കാൻ സ്ഥിരം സംവിധാനം വേണമെന്ന് നാട്ടുകാർ. കാട്ടൂർ മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് പ്രദേശത്തെ മാലിന്യ പ്രശ്നം. കാട്ടൂർ കുടിവെള്ള സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മന്ത്രി ആർ ബിന്ദു പങ്കെടുത്ത വേദിയിലേക്ക് മാർച്ച് നടത്തിയ പ്രദേശവാസികൾ റോഡ് ഉപരോധിച്ചു. വാർത്തകൾ വിശദമായി. വാൽപ്പാറയിൽ പൊള്ളാച്ചി റോഡിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മുത്തശ്ശിക്കും പേരക്കുട്ടിക്കും ദാരുണാന്ത്യം. ഉമ്മാണ്ടിമുക്ക് എസ്റ്റേറ്റിൽ തൊഴിലാളിയായ മാരിമുത്തുവിന്റെ മകൾ 2.5 വയസ്സുകാരി ഹേമശ്രീ, മാരിമുത്തുവിന്റെ അമ്മ 55 വയസ്സുള്ള അസല എന്നിവരാണ് മരിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. ഇവർ താമസിക്കുന്ന ലയത്തിലെത്തിയ കാട്ടാനകൾ വീട് ആക്രമിക്കുകയായിരുന്നു. തുമ്പിക്കൈകൊണ്ട് വീടിന്റെ പിൻഭാഗത്തെ ജനൽ ചില്ലുകൾ തകർത്തപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിച്ചതാണ് മുത്തശ്ശി അസല. മുൻഭാഗത്തെ വാതിൽ തുറന്ന് കുട്ടിയെയും എടുത്ത് പുറത്തിറങ്ങിയപ്പോൾ അവിടെ നിന്നിരുന്ന മറ്റൊരു ആനയാണ് ഇവരെ ആക്രമിച്ചത്. താഴെ വീണ കുട്ടിയെ ചവിട്ടിയ ആന പിന്നീട് അസലയെ തട്ടുകയും ചെയ്തു. ഇതിനിടെ പാട്ടകുട്ടിയും നിലവിളിച്ചും മാരിമുത്തു ശബ്ദമുണ്ടാക്കി. ഇതോടെ ആനക്കൂട്ടം പിൻവാങ്ങി. ദൂരെ നിന്നും മറ്റ് തൊഴിലാളികൾ എത്തിയാണ് ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചത്. ഹേമശ്രീ സംഭവസ്ഥലത്ത് വെച്ചും അസല ആശുപത്രിയിൽ വെച്ചുമാണ് മരിച്ചത്. ഒല്ലൂർ അഞ്ചേരി ത്രിവേണി നഗറിൽ ക്രിമിനൽ സംഘങ്ങൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 4 പേർക്ക് വെട്ടേറ്റു. ഒരാളുടെ നില ഗുരുതരം. ചെലകോട്ടുകര സ്വദേശികളായ കുണ്ടോളി വീട്ടിൽ വിനിൽ, വിമൽ, കല്ലിങ്ങൽ വീട്ടിൽ കിരൺ, കോയമ്പത്തൂർക്കാരൻ വീട്ടിൽ സുധീഷ് എന്നിവർക്കാണ് വെട്ടേറ്റത്. തലയ്ക്ക് വെട്ടേറ്റ കിരണിന്റെ നില ഗുരുതരമാണ്. തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചേരി സ്കൂളിന് സമീപം ത്രിവേണി നഗറിലായിരുന്നു സംഭവം. ഫ്രൂട്ട്സ് കച്ചവടം നടത്തുന്ന വാഹനം ഇടുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. ഒല്ലൂർ സ്റ്റേഷനിൽ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട നിജോ, സഹോദരന്മാരായ നെൽസൺ, നിക്സൺ എന്നിവർ ബൈക്കിലെത്തി മുളകുപൊടി എറിഞ്ഞ് 4 പേരെയും ആക്രമിക്കുകയായിരുന്നു. പരിക്കേറ്റ 4 പേരെയും തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതേസമയം അക്രമത്തിൽ നിസാര പരിക്കേറ്റ പ്രതികൾ ഒല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ഒല്ലൂർ ACP സുധീറിന്റെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഗുരുവായൂർ ദേവസ്വത്തിലെ കൊമ്പൻ ഗോകുൽ ചരിഞ്ഞു. 8 മാസം മുൻപ് കൂട്ടാനയുടെ കുത്തേറ്റ് ചികിത്സയിൽ കഴിയുന്നതിനിടെ ആനത്താവളത്തിലെ തെക്കേപ്പറമ്പിലെ കെട്ടുംതറിയിലായിരുന്നു അന്ത്യം. കഴിഞ്ഞ ഫെബ്രുവരി 13 കോഴിക്കോട് കൊയിലാണ്ടി കുറുവങ്ങാട് മാനംകുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെ ഗുരുവായൂർ ദേവസ്വത്തിലെ തന്നെ കൊമ്പൻ പീതാംബരനാണ് കുത്തിയത്. നെഞ്ചിന്റെ ഇരുഭാഗത്തുമായി 30 സെന്റിമീറ്റർ നീളത്തിൽ കൊമ്പ് ആഴ്ന്നിറങ്ങി. ചികിത്സ തുടരുന്നതിനിടയിലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശിവേലി എഴുന്നള്ളിപ്പിൽ പങ്കെടുത്തിരുന്നു. ഒരാഴ്ചയായി ആന അവശനിലയിലായിരുന്നു. ചികിത്സയിൽ കഴിയുന്നതിനിടെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:30 അന്ത്യം. 3 തവണ ആനയോട്ടത്തിലെ ജേതാവായിട്ടുണ്ട്. 1994 ജനുവരി 9 കൊച്ചി സ്വദേശി അറയ്ക്കൽ രഘുനാഥനാണ് ഗോകുലിനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടയിരുത്തിയത്. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗം C മനോജ്, ജീവധനം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ M രാധ എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി നടപടികൾ സ്വീകരിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ചൊവ്വാഴ്ച കോടനാട് വനത്തിൽ സംസ്കരിക്കും.
പാപ്പാന്മാരുടെ കൊടും പീഡനത്തിന് ഇരയായതാണ് കൊമ്പൻ ഗോകുലിന്റെ അകാല വിയോഗത്തിന് കാരണമെന്ന് ആരോപണം. 2 ആഴ്ച മുൻപാണ് ഗോകുൽ ക്രൂരപീഡനത്തിന് ഇരയായതായി ആനപ്രേമികൾ ആരോപിക്കുന്നത്. 1-ാം പാപ്പാൻ രാധാകൃഷ്ണൻ അവധിയായിരുന്ന സമയത്ത് ഗോകുൽ എന്ന 2-ാം പാപ്പാൻ ആനയെ അഴിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് പീഡനം നേരിട്ടത് എന്നും ഇവർ ആരോപിക്കുന്നു. ഗോകുലിന്റെ നേതൃത്വത്തിൽ പുറമേ നിന്നുള്ള 5 പാപ്പാന്മാരാണ് കഴിഞ്ഞ ദിവസം രാത്രി ആനയെ മർദ്ദിച്ചത്. ആന അവശനായതിനെ തുടർന്ന് പിറ്റേന്ന് ദേവസ്വം പാപ്പാന്മാരോട് വിശദീകരണം ആവശ്യപ്പെട്ടു. ജീവധനം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്ററുടെ റിപ്പോർട്ട് പ്രകാരം 2-ാം പാപ്പാൻ ഗോകുലിനെയും 3-ാം പാപ്പാൻ സത്യനെയും ദേവസ്വം സസ്പെൻഡ് ചെയ്തു. സംഭവത്തിൽ 3-ാം പാപ്പാൻ സത്യൻ നിരപരാധിയാണെന്ന് കണ്ട് സസ്പെൻഷൻ പിൻവലിക്കാൻ നീക്കം നടക്കുന്നുണ്ട്. മർദ്ദനത്തിന് ഇരയായതിന് ശേഷമാണ് ആന തീർത്തും അവശനായതെന്ന് ആനപ്രേമി സംഘം പ്രസിഡന്റ് KP ഉദയൻ പറഞ്ഞു. സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നും ഉദയൻ ആവശ്യപ്പെട്ടു. കുട്ടിത്തം കൊണ്ട് ആരാധകരുടെ മനം കവർന്ന കൊമ്പനാണ് ഗോകുൽ. കൊമ്പ് മുളയ്ക്കും മുൻപ് ഗുരുവായൂരിലെത്തിയ ഗോകുലിനെ കണ്ടകശനി വിട്ടുമാറിയിരുന്നില്ല. 2 വയസ്സുള്ളപ്പോഴാണ് കർണാടകയിൽ നിന്ന് ഗോകുൽ ഗുരുവായൂരപ്പ സന്നിധിയിൽ എത്തുന്നത്. ഏറെ നാൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഗുരുവായൂരിൽ റെയിൽവേ സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്ന അന്നാണ് ഗോകുലിന്റെയും വരവ്. ഇത് നാട്ടുകാർ ആഘോഷപൂർവ്വം കൊണ്ടാടി. എന്നാൽ 17-ാം വയസ്സു മുതൽ കൊമ്പന് കഷ്ടകാലമായിരുന്നു. 2009-ൽ തെങ്ങുവീണ് വലതു കൊമ്പിന് പരിക്കേറ്റു. കൊമ്പിൽ പഴുപ്പ് ബാധിച്ച് ദീർഘകാലം ചികിത്സയിലായി. പിന്നീട് കൊമ്പ് ഊരി വീണു. ഇതേ തുടർന്ന് കൃത്രിമ കൊമ്പ് ഘടിപ്പിച്ചായിരുന്നു എഴുന്നള്ളിപ്പുകളിൽ പങ്കെടുത്തിരുന്നത്. 2011-ൽ ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നടന്ന ആനയോട്ടത്തിൽ ജേതാവായപ്പോൾ മറികടക്കാൻ ശ്രമിച്ച കൊമ്പൻ കുട്ടിശങ്കരനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. തുടർന്ന് ഏറെക്കാലം ആനത്താവളത്തിലെ തടവറയിലായിരുന്നു. കൊമ്പൻ നാഗേരി കേശവനും ഗോകുലിന്റെ കുത്തേറ്റിട്ടുണ്ട്. കൊയിലാണ്ടിയിൽ കൂട്ടാനയുടെ കുത്തേറ്റപ്പോൾ ഗോകുൽ തളർന്നു. പുറമേയുള്ള മുറിവുകൾ ഉണങ്ങിവരുന്നതിനിടയിലാണ് വീണ്ടും അസ്വസ്ഥത കാണിച്ചു തുടങ്ങിയത്. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് വെറ്ററിനറി ഡോക്ടർമാരായ K. വിവേക്, ചാരുജിത് നാരായണൻ എന്നിവർ പറഞ്ഞു. ആനപ്രേമികളുടെ പ്രിയപ്പെട്ട കൊമ്പനായിരുന്നു ഗോകുലെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പറഞ്ഞു. ഏറെക്കാലം പഴുപ്പും ഇതൊക്കെയായിട്ട് അല്ലാതെ ഒരുപാട് പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് എന്നാൽ ഗുരുവായൂർ അമ്പലത്തില് ആനകളില് ഒട്ടുമിക്കവർക്കും പ്രിയങ്കരനായിരുന്നു ഗോകുൽ. ആനയോട്ടത്തിന്റെ കാര്യത്തിലായാലും എഴുന്നള്ളിപ്പിന്റെ കാര്യത്തിലായാലും ഭക്തജനങ്ങൾക്കും ആനപ്രേമികൾക്കുമൊക്കെ പ്രിയങ്കരനായിരുന്നു ഗോകുൽ. ഗോകുലിന്റെ വിയോഗത്തോടെ ദേവസ്വത്തിലെ ആനകളുടെ എണ്ണം 35 കുറഞ്ഞു. TCV ഗുരുവായൂർ. ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മോഷണം. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 40,000-ഓളം രൂപ കവർന്നു. സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിലെ പ്രിൻസിപ്പലിന്റെ മുറിയുടെ പൂട്ട് തകർത്താണ് മോഷണം നടത്തിയിട്ടുള്ളത്. വാതിലിന്റെ 2 പൂട്ടുകളും തകർത്ത് അകത്ത് കയറിയ മോഷ്ടാവ് മേശയിൽ ഉണ്ടായിരുന്ന താക്കോൽ ഉപയോഗിച്ച് അലമാര തുറന്നാണ് പണം കവർന്നത്. രാവിലെ സ്കൂൾ ജീവനക്കാർ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്ഥലത്തെത്തി CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചു. പുതുക്കാട് ചെങ്ങാലൂർ ഗവൺമെന്റ് LP സ്കൂളിൽ സാമൂഹ്യവിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. ചെടിച്ചട്ടികൾ തകർത്തു. സ്കൂൾ അങ്കണത്തിൽ പല ഭാഗങ്ങളിലായി വളർത്തിയ 100ഓളം ചെടികളാണ് നശിപ്പിച്ചത്. KK രാമചന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് എന്നിവർ സ്കൂൾ സന്ദർശിച്ചു. PTA പ്രസിഡന്റ് സജിത് കോമത്തുകാട്ടിലിന്റെ നേതൃത്വത്തിൽ സ്കൂൾ അധികൃതർ പുതുക്കാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പെരുമ്പിലാവ് കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ പ്രധാന ജംഗ്ഷനായ കല്ലുംപുറത്ത് സുരക്ഷാ സംവിധാനങ്ങൾ നിശ്ചലമായതോടെ അപകടങ്ങൾ പതിവാകുന്നു. അപകടങ്ങൾ കുറയ്ക്കാൻ സ്ഥിരം സംവിധാനം വേണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. ശനിയാഴ്ച രാവിലെ സ്കൂട്ടറും കാറും തമ്മിൽ കൂട്ടിയിടിച്ച് ചാലിശ്ശേരി സ്വദേശി ബാബു മരിച്ചിരുന്നു. നേരത്തെയും നിരവധി അപകടങ്ങൾക്ക് ജംഗ്ഷൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പഴനി, ചാലിശ്ശേരി, തൃശൂർ, കുറ്റിപ്പുറം എന്നീ 4 ഭാഗങ്ങളിലേക്കുമുള്ള പ്രധാന ജംഗ്ഷൻ ആയതിനാൽ ദിവസേന 100 കണക്കിന് വാഹനങ്ങളാണ് ഈ വഴി പോകുന്നത്. എന്നാൽ റോഡിൽ മുന്നറിയിപ്പ് ബോർഡുകളോ സ്പീഡ് ബ്രേക്കറുകളോ സിഗ്നൽ സംവിധാനങ്ങളോ സ്ഥാപിച്ച് റോഡിലെ അപകട ഭീഷണി കുറയ്ക്കാൻ യാതൊരു നടപടിയും അധികൃതർ സ്വീകരിച്ചിട്ടില്ല. കുന്നംകുളത്ത് നിന്ന് ചാലിശ്ശേരി ഭാഗത്തേക്ക് തിരിയുന്ന വാഹനങ്ങൾക്കാണ് അപകട ഭീഷണി കൂടുതലെന്ന് നാട്ടുകാർ പറയുന്നു. കുറ്റിപ്പുറം ഭാഗത്തു നിന്ന് അതിവേഗത്തിൽ വരുന്ന വാഹനങ്ങൾ അടുത്തെത്തിയതിനു ശേഷമേ ജംഗ്ഷനാണെന്ന് കാണാനാകൂ എന്നാണ് പ്രധാന അപകട കാരണം. നിരവധി അപകടങ്ങൾ ഇവിടെ നടന്നിട്ടും അധികൃതർ നിസ്സംഗത തുടരുകയാണ്. കുറച്ചുകാലം പോലീസ് സ്വകാര്യ പങ്കാളിത്തത്തോടെ സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ചെങ്കിലും പിന്നീട് ഒഴിവാക്കി.
നിലവിൽ സീബ്ര ലൈനുകളോ അപകട സാധ്യത കൂടിയ മേഖലാ മുന്നറിയിപ്പ് ബോർഡുകളോ ഒന്നും തന്നെയില്ല. കുന്നംകുളം കുറ്റിപ്പുറം 2 ബസ് സ്റ്റോപ്പുകളിലേക്ക് എത്തുന്ന കാൽനട യാത്രക്കാർക്ക് പോകുവാനുള്ള സീബ്ര ലൈനും ഇവിടെ മാഞ്ഞുപോയ നിലയിലാണ്. തൃശൂർ കടവല്ലൂർ റോഡ് നിർമ്മാണം നടക്കുന്ന നിലവിലെ സാഹചര്യത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി ജംഗ്ഷൻ പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, കുന്നംകുളം. കാട്ടൂർ മിനി ഇൻഡസ്ട്രീസ് പ്രദേശത്തെ മാലിന്യ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട കുടിവെള്ള സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മന്ത്രി ആർ ബിന്ദു പങ്കെടുത്ത ഉദ്ഘാടന വേദിയിലേക്ക് മാർച്ച് നടത്തി. പൊന്നനം മഹിളാ സമാജത്തിൽ ആരംഭിച്ച വനിതാ ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടന വേദിയിലേക്കാണ് മന്ത്രി വാക്കുപാലിക്കണമെന്ന് ആവശ്യപ്പെട്ട് വനിതകൾ അടക്കമുള്ള നാട്ടുകാർ വായ്മുടിക്കെട്ടി മാർച്ച് നടത്തിയത്. മന്ത്രിയുമായുള്ള ചർച്ചയിൽ മണ്ണ് പരിശോധനാ ഫലം വരുന്നതുവരെ കമ്പനികൾ താൽക്കാലികമായി അടച്ചിടാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. ഇത് ലംഘിച്ചുവെന്ന് ആരോപിച്ചാണ് മന്ത്രി പങ്കെടുത്ത ചടങ്ങിലേക്ക് സമരസമിതി പ്രവർത്തകർ മാർച്ച് നടത്തിയത്. വേദിക്ക് 100 മീറ്റർ അകലെ വെച്ച് മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പ്രതിഷേധ മാർച്ചിന് നേതാക്കളായ ജോയ് തോമസ്, അരുൺ വൻപറമ്പിൽ, മോളി പിയൂസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കാട്ടൂർ മിനി എസ്റ്റേറ്റ് പ്രദേശത്തെ കുടിവെള്ള മലിനീകരണ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ജനകീയ കുടിവെള്ള സംരക്ഷണ വേദിയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം നടത്തി. മിനി എസ്റ്റേറ്റിന് മുന്നിൽ നടന്ന ഉപരോധ സമരം ഇരിഞ്ഞാലക്കുട നിയോജകമണ്ഡലം ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കമ്മിറ്റി അംഗം റഷീദ് കാറളം ഉദ്ഘാടനം ചെയ്തു. സമിതിയുടെ പ്രസിഡന്റ് അരുൺ പൻപറമ്പിൽ അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് അംഗം മോളി പിയൂസ്, കോൺഗ്രസ് കാട്ടൂർ മണ്ഡലം പ്രസിഡന്റ് AP വിൽസൺ, BJP പ്രതിനിധി ആശിഷ, ആം ആദ്മി പ്രതിനിധി വർഗീസ് എന്നിവർ സംസാരിച്ചു. ഇടവേള. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകളിലേക്ക് വീണ്ടും. മുഖ്യമന്ത്രിയുടെ മകന് നൽകിയ ED നോട്ടീസ് സെറ്റിൽ ചെയ്തത് CPM-BJP ബാന്ധവത്തിന്റെ ഭാഗമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ചാവക്കാട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമിത്ഷാ ഉൾപ്പെടെയുള്ളവരുമായി പിണറായി വിജയന് വലിയ ബന്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. പൂരം കലക്കിയതിനും തൃശൂരിൽ CPM-BJPയെ സഹായിച്ചതിനും പിന്നിൽ മുഖ്യമന്ത്രിയുടെ മകന് ED നൽകിയ സമൻസ് ആണോ എന്ന് VD സതീശൻ ചോദിച്ചു. സ്വർണ്ണപ്പാളി വിഷയത്തിൽ പ്രതിപക്ഷം ആരോപണം ശരിവയ്ക്കുന്നതാണ് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ട്. ചെന്നൈയിലേക്ക് അയച്ച ശില്പം വ്യാജമാണെന്നും യഥാർത്ഥ ശില്പം ഒരു കോടീശ്വരന് വിറ്റുവെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഞങ്ങളെപ്പോഴും ആരോപിക്കുന്നത് CPM-BJP ബാന്ധവമുണ്ട്. ശ്രീ അമിത്ഷാ ഉൾപ്പെടെയുള്ളവരുമായി മുഖ്യമന്ത്രി ഒരു ബന്ധം പുലർത്തുന്നുണ്ട്. അതിന് ചില ഇടനിലക്കാരുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ADGP അജിത് കുമാർ, ഞാനാണ് ആരോപണം ഉന്നയിച്ചത്, RSS നേതാവിനെ കണ്ട കാര്യം. അത് പൂരം കലക്കിയ ആരോപണമുണ്ട്. ഇവിടെ BJPയെ തൃശ്ശൂരിൽ ജയിപ്പിക്കാനുള്ള എല്ലാ സംവിധാനവും ചെയ്തു കൊടുക്കുന്നു. അതിൻ്റെയൊക്കെ പിന്നിൽ ഇതാണോ? ഇത് 2023 ഓർക്കണം ഈ നോട്ടീസ്. 24 തെരഞ്ഞെടുപ്പ്. അതിൽ ഭീതിയോടുകൂടിയാണ് പിന്നീട് കംപ്ലീറ്റ് ആയി കണ്ടത്. ഞാൻ ഇലക്ഷൻ കാലത്ത് നിങ്ങളോട് പറഞ്ഞു ED പിടിമുറുക്കുന്നു, കരുവന്നൂർ അവിടെയൊക്കെ വെറുതെയാണ്. ED പിടിമുറുക്കുന്ന ഇതാണ്, ഇവരെ ബ്ലാക്ക്മെയിൽ ചെയ്യാണ് വെച്ചുകൊണ്ട്. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് പുറത്ത് തുറന്നു പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്. ഗുരുവായൂരിൽ വീണ്ടും തെരുവുനായ ആക്രമണം. ക്ഷേത്ര പരിസരത്ത് കഴിയുന്ന ചാവക്കാട് മണത്തല കുന്നത്ത് നാരായണനാണ് തെരുവുനായയുടെ കടിയേറ്റത്. പടിഞ്ഞാറെ നടയിലെ ഗേറ്റിനു സമീപം നിൽക്കുമ്പോഴാണ് വലതുകാലിൽ നായ കടിച്ചത്. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം തൃശൂർ മെഡിക്കൽ കോളേജിൽ വിദഗ്ധ ചികിത്സ തേടി. ക്ഷേത്രനടയിലും പരിസരത്തും തെരുവുനായ ശല്യം രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസം തൈക്കാട് മേഖലയിൽ 12 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റിരുന്നു. തെരുവുനായ്ക്കരുടെ ആക്രമണം പതിവായതിന് ഗുരുവായൂർ നഗരസഭയ്ക്ക് കോൺഗ്രസിന്റെ നായ സൗഹൃദ ശ്വാന പുരസ്കാരം. സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടുമ്പോഴും തെരുവുനായ ആക്രമണത്തിൽ നിസ്സംഗത പുലർത്തുന്നുവെന്നാരോപിച്ചാണ് നഗരസഭാ ഓഫീസ് പരിസരത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതീകാത്മക പുരസ്കാരം സമ്മാനിച്ചത്.
മന്ത്രി എം.ബി. രാജേഷിനെ പ്രതിനിധീകരിച്ച പ്രവർത്തകൻ, ചെയർപേഴ്സൺ എം. കൃഷ്ണദാസിനെ പ്രതിനിധീകരിച്ച പ്രവർത്തകന് പുരസ്കാരം നൽകി. കെ.പി.സി.സി സെക്രട്ടറി കെ.ബി. ശശികുമാർ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ.പി. ഉദയൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി കോർഡിനേറ്റർ ആർ. രവികുമാർ, മണ്ഡലം പ്രസിഡന്റുമാരായ ആൻഡോ തോമസ്, ബി.വി. ജോയ്, ഒ.കെ.ആർ. മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. അമ്മയെ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ മകൻ കുറ്റക്കാരനെന്ന് തൃശൂർ 1-ാം നമ്പർ അഡീഷണൽ ജില്ലാ കോടതി കണ്ടെത്തി. വടക്കേക്കാട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ചെമ്മണ്ണൂർ സ്വദേശി മനോജ് കുമാറിനെയാണ് അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജി കമനീസ് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. ഈ മാസം 15-ന് ശിക്ഷാവിധി പ്രഖ്യാപിക്കും. വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയ വിയോജിപ്പ് മൂലം മാറി നിൽക്കുന്നത് ദൗർഭാഗ്യകരമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ. ബിന്ദു പറഞ്ഞു. കാട്ടൂരിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച വനിതാ ഫിറ്റ്നസ് സെന്റർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി. വി. ലത അധ്യക്ഷയായിരുന്നു. വൈസ് പ്രസിഡന്റ് വി. എം. കമറുദ്ദീൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനീഷ് പാലയ്ക്കൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീല ജയഘോഷ് തുടങ്ങിയവർ സംസാരിച്ചു. മാള പുത്തൻചിറയിൽ മുൻ അധ്യാപികയെ ആക്രമിച്ച് മാല കവർന്ന സംഭവത്തിൽ യുവതിയെ കൂടി അറസ്റ്റ് ചെയ്തു. പട്ടേപ്പാടം സ്വദേശി തരുപ്പീടികയിൽ ഫാത്തിമ തസ്നിയെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ആദിത്യനൊപ്പം 6 മാസമായി താമസിക്കുകയായിരുന്നു ഫാത്തിമ. ഇരുവരും ചേർന്നാണ് മാല വിൽക്കാൻ തിരൂരങ്ങാടിയിലെ ജ്വല്ലറിയിൽ പോയത്. സ്വർണം വിറ്റ പണത്തിൽ നിന്ന് 50,000 രൂപ യുവതിയുടെ പഠനത്തിനായി എടുത്തിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. മുതുവട്ടൂർ LF സ്കൂളിനു സമീപം സ്കൂൾ വിദ്യാർത്ഥികളുമായി പോയിരുന്ന ഓട്ടോറിക്ഷയിൽ കാർ ഇടിച്ച് 4 വിദ്യാർത്ഥികൾക്കും ഓട്ടോ ഡ്രൈവർക്കും പരിക്കേറ്റു. ഓട്ടോ ഡ്രൈവർ നരിയൻപുള്ളി ഷാജി, വിദ്യാർത്ഥികളായ KJ ആരാധ്യ, AR റാഷിദ, KH അഹന, PS ഫാത്തിമ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ വിദ്യാർത്ഥികളെ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലപ്പുറം തിരൂർ സ്വദേശിയുടേതാണ് കാർ. ഗുരുവായൂരിൽ 2 വഴിയാത്രക്കാർ കുഴഞ്ഞു വീണ് മരിച്ചു. ഏങ്ങണ്ടിയൂർ സ്വദേശി 61 വയസ്സുള്ള ആനന്ദൻ, ബംഗളൂരു സ്വദേശി 55 വയസ്സുള്ള മധുകുമാർ എന്നിവരാണ് മരിച്ചത്. പുന്നത്തൂർ റോഡിൽ താനപ്പറമ്പിൽ ക്ഷേത്രത്തിന് സമീപമാണ് ആനന്ദൻ കുഴഞ്ഞു വീണത്. നാട്ടുകാർ പ്രാഥമിക ചികിത്സ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പടിഞ്ഞാറേനടയിൽ ശ്രീവർ ലോഡ്ജിന് മുൻവശത്താണ് മധുകുമാർ കുഴഞ്ഞു വീണത്. ആക്സ് പ്രവർത്തകർ മുതുവട്ടൂർ രാജ ആശുപത്രിയിലെത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ചൊവ്വാഴ്ച സെന്റ് തോമസ് കത്തോലിക്ക ദേവാലയത്തിൽ ധന്യൻ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചന്റെ ശ്രാദ്ധാചരണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. വിവിധ മേഖലകളിൽ നിന്നുള്ള പദയാത്രകൾ പള്ളിയിൽ എത്തി സമാപിച്ചു. തുടർന്ന് നടന്ന ദിവ്യബലിക്ക് ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത മാർ തോമസ് തറയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ തോമസ് ചൂണ്ടൽ, സിസ്റ്റർ റിൻസി, കൈക്കാരന്മാരായ TI ജോസ്, PV ജോജി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വടക്കാഞ്ചേരി നഗരസഭാ വികസന സദസ്സ് സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ OR ഷീല മോഹൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MR അനൂപ് കിഷോർ, PR അരവിന്ദാക്ഷൻ, ജമീല B AM, സ്വപ്ന ശശി, CV മുഹമ്മദ് ബഷീർ, നഗരസഭാ സെക്രട്ടറി KB വിശ്വനാഥൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കടലിൽ വീണ്ടും കണ്ടെയ്നർ ചതിക്കുഴി. മത്സ്യബന്ധന വള്ളത്തിലെ വല നഷ്ടപ്പെട്ടു. അഴീക്കോട് നിന്നും മത്സ്യബന്ധനത്തിന് പോയ വള്ളത്തിലെ വലയാണ് നശിച്ചത്. മറ്റു വള്ളക്കാരുടെ സഹായത്തോടെയാണ് പകുതി വല തിരിച്ചെടുക്കാനായത്. കണ്ടെയ്നറിൽ കുടുങ്ങിയാണ് വല നശിച്ചത് എന്നും ഏകദേശം 15 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായും തൊഴിലാളികൾ പറഞ്ഞു. ഡോക്ടർ അസ്ലം സലീമിന്റെ കാരുണ്യ പ്രവർത്തനങ്ങളായ വീട് നിർമ്മിച്ചു നൽകൽ പദ്ധതിയുടെ 31ാമത്തെ വീട് ചാവക്കാട് നഗരസഭ 9ാം വാർഡിൽ നൽകിയതിന്റെ താക്കോൽദാന ചടങ്ങ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർവഹിച്ചു. ചാവക്കാട് നഗരസഭാ പ്രതിപക്ഷ നേതാവ് KV സത്താർ അധ്യക്ഷത വഹിച്ചു. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, DCC സെക്രട്ടറി MV ഹൈദരലി, ഗുരുവായൂർ ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, CA ഗോപപ്രതാപൻ തുടങ്ങിയവർ സംസാരിച്ചു.
ചാവക്കാട് കോടതിക്ക് എതിർവശത്തെ സ്വകാര്യ വ്യക്തിയുടെ ആളൊഴിഞ്ഞ പറമ്പിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. പ്രദേശത്ത് ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കാടുപിടിച്ച് കിടക്കുന്ന പറമ്പിൽ മൃതദേഹം കണ്ടെത്തിയത്. ചാവക്കാട് പോലീസ് ഇൻസ്പെക്ടർ വിമലിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. എളവള്ളി പഞ്ചായത്തിലെ കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന KS രാജാമണി കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് CPM-നൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. അധികാരത്തിനു വേണ്ടി ആദർശത്തെ പണയപ്പെടുത്തുന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാടിനെതിരെയാണ് ഈ മാറ്റമെന്ന് രാജാമണി വ്യക്തമാക്കി. മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ പതാക കൈമാറി. ചിറ്റാറ്റുകര ലോക്കൽ സെക്രട്ടറി BR സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PG സുബിദാസ്, ആഷിഖ് വലിയകത്ത്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ KK മനോജ്, തുളസി രാമചന്ദ്രൻ, ബ്രാഞ്ച് സെക്രട്ടറി KA പരീദ് തുടങ്ങിയവർ സംസാരിച്ചു. പെരുമ്പിലാവ് പട്ടാമ്പി റോഡിലെ പുതിയഞ്ചേരിക്കാവ് ക്ഷേത്രത്തിനു സമീപം കാർ സ്കൂട്ടറിൽ ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് പരിക്കേറ്റു. സ്കൂട്ടർ യാത്രികനായ ഒറ്റപ്പിലാവ് നീലൂരിപ്പറമ്പിൽ സലീമിനാണ് പരിക്കേറ്റത്. സലീമിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ സൊസൈറ്റി വാർഡിൽ വിധവയായ വീട്ടമ്മയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തു നിന്നും മരങ്ങൾ വെട്ടിവിറ്റ നഗരസഭാ കൗൺസിലറെ അറസ്റ്റ് ചെയ്യണമെന്നും ഉടമസ്ഥയ്ക്ക് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കാവിൽക്കടവിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ ജില്ലാ സെക്രട്ടറി TM നാസർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PV രമണൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ES സാബു, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ KP സുനിൽകുമാർ, ദിൽഷൻ കൊട്ടേക്കാട്, നിഷാഫ് കുര്യാപ്പള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി. ശാസ്ത്ര കൗതുകത്തിന്റെ കാഴ്ചയൊരുക്കി കൊടുങ്ങല്ലൂർ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് തുടക്കമായി. ET ടൈസൺ MLA മേള ഉദ്ഘാടനം ചെയ്തു. എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ P മൊയ്തീൻകുട്ടി ശാസ്ത്രോത്സവ സന്ദേശം നൽകി. അഴീക്കോട് സീതി സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ, KM UP സ്കൂൾ, GUP സ്കൂൾ എന്നിവിടങ്ങളിലാണ് ശാസ്ത്രോത്സവം നടക്കുന്നത്. പ്രവൃത്തി പരിചയമേള, ഗണിതശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം, ശാസ്ത്രം, IT മേള എന്നീ 5 വിഭാഗങ്ങളിൽ 261 ഇനങ്ങളിലായി 3152 കുട്ടികൾ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. മുല്ലശ്ശേരി വിദ്യാഭ്യാസ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് ഏനാമാവിൽ തുടക്കമായി. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ശാസ്ത്രോത്സവം ഏനാമാക്കൽ സെയിന്റ് ജോസഫ് ഹൈസ്കൂൾ, സെയിന്റ് മേരീസ് LP സ്കൂൾ എന്നിവിടങ്ങളിലായാണ് നടക്കുന്നത്. 42 വിദ്യാലയങ്ങളിൽ നിന്ന് 1500-ൽ പരം ശാസ്ത്ര പ്രതിഭകൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മുരളി പെരുന്നെല്ലി MLA കലോത്സവം ഉദ്ഘാടനം ചെയ്തു. വെങ്കടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷത വഹിച്ചു. മുല്ലശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീബ ചാക്കോ, ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി, സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ തെക്കുംപുറം, ജനപ്രതിനിധികളായ AT അബ്ദുൽ മജീദ്, ഗ്രേസി ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. അർബുദത്തെ തുടർന്ന് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് നിർദ്ദേശിച്ച കോടശ്ശേരിയിലെ 11-കാരൻ നവനീതിന്റെ ചികിത്സാർത്ഥം ചാലക്കുടിയിൽ സ്വകാര്യ ബസ്സുകൾ കാരുണ്യ സർവീസ് നടത്തി. ചാതേലി ഗ്രൂപ്പിന്റെ 3 ബസ്സുകളാണ് നവനീത് ചികിത്സാർത്ഥം സർവീസ് നടത്തിയത്. ചാലക്കുടി സൗത്ത് ബസ് സ്റ്റാൻഡിൽ കാരുണ്യ യാത്ര സനീഷ് കുമാർ ജോസഫ് MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. ജനറൽ കൺവീനർ ശിവൻ ഈശ്വരത്ത്, സമിതി ചെയർമാൻ PC നിഖിൽ എന്നിവരുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡിൽ പ്രത്യേകം കൗണ്ടർ തുറന്ന് സംഭാവനകൾ സ്വീകരിച്ചു. അമൃത ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നവനീതിന്റെ ശസ്ത്രക്രിയയ്ക്ക് 70 ലക്ഷം രൂപയാണ് ചെലവ് വരുന്നത്. പറപ്പൂക്കര പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ കാണാൻ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിൽ നിന്നുമുള്ള പ്രതിനിധികളെ ഉൾക്കൊള്ളിച്ച് നടത്തുന്ന ഗ്രാമ സവാരിക്ക് ആലത്തൂർ ALP സ്കൂളിൽ സ്വീകരണം നൽകി. KSRTC ബസ്സിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രന്റെ നേതൃത്വത്തിലെത്തിയ 40-അംഗ സംഘത്തെ ആവേശത്തോടെയാണ് കുട്ടികൾ വരവേറ്റത്. വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, വാർഡ് മെമ്പർ TK സതീശൻ, പ്രധാനാധ്യാപിക PM ജിൻസ, അധ്യാപകരായ CG അനൂപ്, TR കൃഷ്ണപ്രിയ, KS ഷൺമുഖൻ എന്നിവർ സംസാരിച്ചു. എന്റെ പേര് സാത്വിക, ഞാൻ 4ാം ക്ലാസ്. ഗ്രാമസവാരി എന്ന ആശയം കൊണ്ട് കേരള കോൺഗ്രസ് വജ്രജൂബിലി കുടുംബസംഗമത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കൈപ്പറമ്പ് പുറ്റേക്കര സ്കൂളിൽ നടന്നു.
മുൻ MP അഡ്വക്കേറ്റ് ജോയ് എബ്രഹാം ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് CV കുര്യാക്കോസ്, കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ തുടങ്ങിയവർ പങ്കെടുത്തു. മതിലകം ചങ്ങാതിക്കൂട്ടം കലാസാഹിത്യ സമിതിയുടെ 9ാമത് ആർട്ടിസ്റ്റ് D അന്തപ്പൻ സ്മാരക ചിത്രകലാ പുരസ്കാരം ആർട്ടിസ്റ്റ് PR രാജന് സമ്മാനിച്ചു. ചിത്രകാരനും കവിയുമായ കൃഷ്ണൻ സൗപർണിക പുരസ്കാരം നൽകി. ചങ്ങാതിക്കൂട്ടം പ്രസിഡന്റ് ബഷീർ തൃപ്പേക്കുളം അധ്യക്ഷത വഹിച്ചു. കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച സുനിൽ P മതിലകത്തെ EG വസന്തൻ ആദരിച്ചു. ചിത്രകാരന്മാരായ ബാലകൃഷ്ണൻ, ശ്രീനാരായണപുരം, PH യഹിയ, ചങ്ങാതിക്കൂട്ടം സെക്രട്ടറി ജിതി സുധീഷ്, ജോയിന്റ് സെക്രട്ടറി MD അഭിശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. അരിമ്പൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ച വാട്ടർ ATMന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് CG സജീഷ് അധ്യക്ഷനായി. അസിസ്റ്റന്റ് സെക്രട്ടറി ജെയിംസ് പീറ്റർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു സഹദേവൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭ ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു. തളിക്കുളം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചു. MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, തൃശൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PM അഹമ്മദ്, തളിക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു. മുറ്റിച്ചൂർ ALP സ്കൂളിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഭക്ഷ്യമേള നടത്തി. PTA പ്രസിഡന്റ് സർജു ജിബിൻ മേള ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപകൻ ബൈജു ജോർജ് അധ്യക്ഷനായി. LP വിഭാഗം കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഭക്ഷ്യമേള സംഘടിപ്പിച്ചത്. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് SSLC പരീക്ഷയിൽ മുഴുവൻ A+ ലഭിക്കുന്ന അരപ്പവൻ സ്വർണ്ണ മെഡൽ വിതരണം ചെയ്യുന്നത് നിർത്തിവെച്ച സംഭവത്തിൽ ദേശീയ പട്ടികജാതി കമ്മീഷൻ റിപ്പോർട്ട് തേടി. പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടറോട് 30 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്ന് ദേശീയ പട്ടികജാതി കമ്മീഷൻ ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് BJP പട്ടികജാതി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജുമോൻ വട്ടേക്കാട് ദേശീയ പട്ടികജാതി കമ്മീഷന് പരാതി നൽകിയിരുന്നു. 2019 ശേഷം മെഡലുകൾ വിതരണം ചെയ്തിട്ടില്ല. എടത്തുരുത്തി പഞ്ചായത്ത് അങ്കണവാടി കലോത്സവം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ അധ്യക്ഷയായി. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു സമ്മാനദാനം നിർവഹിച്ചു. കേരള കർഷക തൊഴിലാളി യൂണിയൻ KSKTU കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റി ആത്മാഭിമാന സംഗമം നടത്തി. CPM ജില്ലാ കമ്മിറ്റി അംഗം T ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ TV സുരേഷ് ബാബു അധ്യക്ഷനായി. നേതാക്കളായ MA ഹാരിസ് ബാബു, PM അഹമ്മദ്, KA വിശ്വംഭരൻ, അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, KS ഷനിത്, KB സുധ, TS ശ്രീരാജ് തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക വികസന പദ്ധതി പ്രകാരം നവീകരിച്ച ചേമ്പിൽ ചന്ദ്രന്റെ പേരിലുള്ള
കോൺഫറൻസ് ഹാൾ തുറന്നു നൽകി. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം നിർവഹിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് ബിന്ദു സത്യൻ, EV പ്രബീഷ്, ലീന ശ്രീകുമാർ, KA സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. വികസന പ്രവർത്തനങ്ങൾക്ക് മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നിങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച MLA പരിപാടിയുടെ അധ്യക്ഷ ശ്രീമതി പ്രമുഖര്, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഓഫീസേഴ്സ്, സന്തോഷം നൽകുന്ന ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെ നവീകരിച്ച കോൺഫറൻസ് ഹാളും ക്ഷീരവികസന ഓഫീസും ഉൾപ്പെടുന്ന ഉമ്മൻചാണ്ടി സ്മാരക മന്ദിരം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് മുഹമ്മദ് ഗസാലി, വടക്കേകാട് പഞ്ചായത്ത് പ്രസിഡന്റ് നബീൽ, ബ്ലോക്ക് മെമ്പർമാരായ നഫീസത്തുൽ മിസ്രിയ, K ആഷിദ, കമറുദ്ദീൻ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, വൈസ് പ്രസിഡന്റ് മന്ദലാംകുന്ന് മുഹമ്മദ് ഉണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. ഉമ്മൻചാണ്ടി വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം പാവറട്ടി പഞ്ചായത്തിൽ നടന്ന വികസന സദസ്സ് മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന അധ്യക്ഷത വഹിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, വൈസ് പ്രസിഡന്റ് ഷീബ തോമസ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CB ജോൺസൺ, K ദ്രൗപദി, KK സുധ, സിൽജി ജോജു തുടങ്ങിയവർ സംസാരിച്ചു. KPCC ആഹ്വാനപ്രകാരം പ്രതിപക്ഷ നേതാവ് ജെറോം ബാബുവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് അംഗങ്ങൾ വികസന സദസ്സ് ബഹിഷ്കരിച്ചു. BJP അംഗങ്ങളായ MT മണികണ്ഠൻ, സരിത രാജീവ് എന്നിവർ പഞ്ചായത്ത് തികഞ്ഞ പരാജയമാണെന്നാരോപിച്ച് യോഗം ബഹിഷ്കരിച്ചു. പൊയ്യ പഞ്ചായത്തിലെ പുളിപ്പറമ്പിൽ ആരോഗ്യ ഉപകേന്ദ്രത്തിനുള്ള സ്ഥലവും രേഖകളും സ്വീകരിച്ചു. ഉപകേന്ദ്രത്തിനായി സൗജന്യമായി 5 സെന്റ് സ്ഥലം നൽകിയ അബ്ദുൾ സലാമിൽ നിന്ന് രേഖകൾ സ്വീകരിച്ച യോഗം മുൻ MLA TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സാബു കൈതാരൻ അധ്യക്ഷത വഹിച്ചു. പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ്, TM നാസർ, AN സുബ്രഹ്മണ്യൻ, ജോളി സജീവ്, സൗമ്യ രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സ്കൂൾ സബ് ജൂനിയർ ഫുട്ബോൾ ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച എരുമപ്പെട്ടി സ്വദേശി MS മുഹമ്മദ് സയാനെ കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി അനുമോദിച്ചു. മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് ഷാൾ അണിയിച്ചു. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ മെമന്റോ സമ്മാനിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ NK കബീർ, K ഗോവിന്ദൻകുട്ടി, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ വിനോദിനി പാലക്കൽ, KR രാധിക, കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി AU മനാഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ആർക്കും ഇതുവരെ അവസരം ലഭിച്ചിട്ടില്ല. പക്ഷെ അത് സൂചിപ്പിച്ച പോലെ ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,495 രൂപ, പവന് 91,960 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. വാൽപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ മുത്തശ്ശിക്കും പേരക്കുട്ടിക്കും ദാരുണാന്ത്യം. 2.5 വയസ്സുകാരി ഹേമശ്രീ, മുത്തശ്ശി അസല എന്നിവരാണ് മരിച്ചത്. ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ കാട്ടാന ചവിട്ടുകയായിരുന്നു. അഞ്ചേരിയിൽ ഗുണ്ടാ ആക്രമണം, 4 പേർക്ക് വെട്ടേറ്റു. പരിക്കേറ്റവരെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ ദേവസ്വത്തിലെ കൊമ്പൻ ഗോകുൽ ചരിഞ്ഞു. കൊയിലാണ്ടിയിൽ ഉത്സവ എഴുന്നള്ളിപ്പിനിടെ കൂട്ടാനയുടെ കുത്തേറ്റതിനെ തുടർന്ന് അവശനായിരുന്നു. ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മോഷണം. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 40,000-ഓളം രൂപ കവർന്നു. ചെങ്ങാലൂർ ഗവൺമെന്റ് LP സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. ചെടിച്ചട്ടികൾ തകർത്തു.
പെരുമ്പിലാവ് കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ കല്ലുംപുറത്ത് സുരക്ഷാ സംവിധാനങ്ങൾ നിശ്ചലമായതോടെ അപകടങ്ങൾ പതിവാകുന്നു. അപകടങ്ങൾ കുറയ്ക്കാൻ സ്ഥിരം സംവിധാനം വേണമെന്ന് നാട്ടുകാർ. കാട്ടൂർ മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് പരിസരത്തെ മാലിന്യ പ്രശ്നം. കാട്ടൂർ കുടിവെള്ള സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മന്ത്രി ആർ ബിന്ദു പങ്കെടുത്ത വേദിയിലേക്ക് മാർച്ച് നടത്തിയ പ്രദേശവാസികൾ റോഡ് ഉപരോധിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.